പേര് ലിസി, തൃശ്ശൂർ ചിറ്റിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു. 20 വർഷമായിട്ട് ശരീരം മുഴുവൻ നീരും വേദനയും. 20 വർഷമായിട്ട് ആ വാക്കുകൾ ശ്രദ്ധിക്കുക. അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയെ കൂടെ കടന്നു പോകുമായിരുന്നു. ഒരു 10 വർഷം മുമ്പ് 2016 ജനുവരി മാസം സിവിയറായിട്ട് ഈ രോഗം വർദ്ധിച്ചു. എന്താണെന്ന് അതുവരെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വലിയ ഹോസ്പിറ്റലിൽ തന്നെ പോയി വിദഗ്ധ ചികിത്സയൊക്കെ നേടി. അപ്പോൾ അവർ പറഞ്ഞത് ആമവാദം, സന്ധിവാദം, പേശീവാദം. അതിനുശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇരുന്നാൽ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ഭയങ്കര പെയിൻ, കിടന്നായിട്ട് എഴുന്നേൽക്കാൻ പെയിൻ, ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം കൈ വിരലുകൾ ചലിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ആ സമയത്ത് കൈയുടെ വിരലുകൾ വളഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ജോയിൻസ്, എല്ലാ ജോയിൻസിലും പെയിൻ, അങ്ങനെ കാലിൻ്റെ വിരലിൻ്റെ ജോയിൻറ്റിൽ പെയിൻ. അപ്പോൾ ഒരു ചെരുപ്പിടാൻ പറ്റാത്ത അവസ്ഥ. സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും രോഗമുള്ള ഒരാൾക്ക് മെഡിസിൻ ഇഷ്ടംപോലെ കഴിക്കേണ്ടി വരും. അപ്പോൾ ആ സ്ട്രിപ്പ്, ഗുളികയുടെ സ്ട്രിപ്പിൽ നിന്ന് ഗുളിക പ്രസ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിലേക്ക് വിരൽ മാറി. അപ്പോൾ അത്രയ്ക്കും വേദന അനുഭവിച്ചിട്ടാണ് ഞാൻ ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു ഇത് പൂർണ്ണമായിട്ടും മാറില്ല, മെഡിസിൻ നിർത്താനും പറ്റില്ല, ഇനി വളയാതിരിക്കാനുള്ള മരുന്നും സ്റ്റീറോയിഡ് വേദനയ്ക്കും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റീറോയിഡ് എടുത്തു, കുറച്ച് വേദനകളൊക്കെ കുറഞ്ഞു. പിന്നെ ഞാൻ മാനസികമായിട്ട് അതിനോട് പൊരുത്തപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി 15 താമസിച്ചുള്ള ധ്യാനത്തിൽ ഞാൻ അവിടെ വന്ന് പങ്കെടുത്തു. കഴിഞ്ഞ വർഷം ഇവിടെ താമസിച്ച് ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഇവിടുത്തെ തേനും അന്നാവെള്ളവും ഒലിവ് ഓയിലും ഉപ്പും സ്ഥിരം കഴിക്കും. ഉപ്പിട്ട് കുളിക്കുകയും ചെയ്യുമായിരുന്നു. ബന്ധന പ്രാർത്ഥന എല്ലാ ദിവസവും ചെയ്യുമായിരുന്നു. പിന്നെ അച്ഛനോട് പറഞ്ഞിട്ടുള്ള പോലെ 33 ലൈവ് ജപമാലയും 90 റെക്കോർഡഡ് ജപമാലയും അടുപ്പിച്ച് കണ്ടിരുന്നു. 33 വിശ്വാസമാണോ? ലൈവ് ജപം ചൊവ്വാഴ്ചയിലത്തെ 33 അത് കണ്ടു. പിന്നെ നീ 90 വേറെ കണ്ടു. അങ്ങനെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ ലിസി എന്ന മകളോട് നന്നായി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വ്യക്തിക്ക് വാദം ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ആദ്യം അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും പിന്നീട് ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് 2 അത്ഭുത ജപമാലയിലും നവംബർ മാസത്തിലെ 4ാമത്തെ ഏകദിന ശുശ്രൂഷയിലും അച്ഛൻ വിളിച്ച് പറഞ്ഞു ലിസി എന്ന മകളുടെ ആമവാദത്തിന് കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ നമ്മുടെ ഷാലോമിലുള്ള ദൈവദിന ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു 20 വർഷമായിട്ട് ആമവാദത്തിന് മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പരിപൂർണമായിട്ട് സൗഖ്യം നൽകി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ആ മരുന്ന് നിർത്തിയിട്ട് 7 മാസമായി. എനിക്ക് കൈവിരൽ നിർത്താനോ ഇരിക്കാനോ നടക്കാനോ വീട്ടിലെ ജോലികൾ ചെയ്യാനോ ഏതൊരു നോർമൽ മനുഷ്യൻ ചെയ്യണ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇപ്പം ചെയ്യാൻ ഒരു കുഴപ്പമില്ല. നല്ലൊരു കയ്യടി കൊടുത്തത് കണ്ടോ? ഇങ്ങനെയൊക്കെ സൗഖ്യം കേട്ടിട്ട് നമുക്ക് കയ്യടിക്കാൻ തോന്നുന്നില്ലേ? 7 മാസമായിട്ട് ആ വ്യക്തിക്ക് കണ്ടോ എത്രയോ പ്രാവശ്യം കണ്ടോ. അല്ല ഏൽറുഹ ദൈവവചന ശുശ്രൂഷയിലാണ് അച്ഛൻ വിളിച്ച് പറഞ്ഞത് പ്രത്യേകമായിട്ട്. പിന്നെ ആ സഹോദരി പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു വലിയ മാതൃകയാണ് കേട്ടോ. അത് വേറെ ഒന്നല്ല, ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കുക, വെഞ്ചരിച്ച തേൻ, ഒലിവ് ഓയിൽ, ഹന്നാവെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിക്കുക. ഉപ്പ് ഒരുപാട് പേരുടെ വയറ്റിൽ അറിഞ്ഞറിയാതെയോ വിഗ്രഹാർപ്പിത ഭക്ഷണം പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വയറ്റിൽ നിന്ന് പോകാനായിട്ട് നിങ്ങൾ വെഞ്ചരിച്ച തേൻ, ഒലിവ് ഓയിലൊക്കെ എപ്പോഴും ഭക്ഷണത്തിൽ കൂട്ടിച്ചേർക്കുക, വെഞ്ചരിച്ച ഉപ്പൊക്കെ കേട്ടോ.